നമസ്കാരം. റഷ്യൻ ഡ്രോൺ ആക്രമണം ചെർണോബിൽ ആണവ റിയാക്ടറിന്റെ സുരക്ഷാ കവചത്തെ തകർത്ത് രണ്ടാമതൊരിക്കലും മനുഷ്യരാശി നേരിടാൻ പാടില്ലാത്ത ഭീതിയുടെ വാതിൽ തുറന്നു കഴിഞ്ഞു. യുദ്ധത്തിന്റെ ചൂടിൽ മാത്രമല്ല, യുദ്ധം തുടർന്ന ഓരോ സ്ഥലത്തും ലോകത്തിന്റെ ഭാവി തുലാസിലാവുകയാണ്. ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ, കരുത്തിന്റെ പ്രകടനങ്ങൾ, പിടിച്ചെടുക്കാനുള്ള അത്യാർത്തി, ഇതെല്ലാം മനുഷ്യ ജീവിതത്തെയും ഭൂമിയുടെ സുരക്ഷയെയും കരുതാതെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു ആണവ ദുരന്തത്തിന്റെ നിഴൽ മുഴുവൻ മനുഷ്യരെയും വിഴുങ്ങാൻ തയ്യാറാകുന്നു എന്നതാണ് വാസ്തവം. ചെർണോബിൽ എന്ന പേര് തന്നെ ഭൂമിയിലെ ഏറ്റവും ഭയാനകമായ ഓർമ്മകളിൽ ഒന്നാണ്. ഒരിക്കൽ പൊട്ടിത്തെറിച്ച ആ റിയാക്ടറിന്റെ കൊടും വേദന ഇന്നും മണ്ണിനുള്ളിലും മനുഷ്യരുടെ ശരീരങ്ങളിലും ജീവിച്ചിരിക്കുന്നു. ആ ദുരന്തം ഒരിക്കലും ആവർത്തിക്കരുതെന്നുള്ള ലോകത്തിന്റെ പ്രതിജ്ഞയെ ഇപ്പോൾ യുദ്ധം തന്നെ പരിഹസിക്കുന്നു. സുരക്ഷാ കവചം തകരുക എന്നതൊരു നിസ്സാര സംഭവമല്ല. അത് ഭൂമിയുടെ ഹൃദയത്തിൽ കുത്തിയ ഒരു കത്തി പോലെയാണ്. പതിയെ ചോര വാർന്ന ഹൃദയം നിലച്ചു പോയേക്കാം, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചേക്കാം. രണ്ടായാലും മനുഷ്യരാശിയെ മുഴുവൻ തുടച്ചു നീക്കാൻ അതിന് കഴിയുമെന്ന് ഉറപ്പാണ്. യുദ്ധത്തിന്റെ ഭീകരത ഇതിലും അപകടകരമായി ഒരിക്കലും ഇല്ല എന്ന പോലെ ലോകം തിരിച്ചറിയുകയാണ്. ആണവ ഭീഷണി ഉണ്ടായാൽ അത് ഇനി ഒരു രാജ്യത്തെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. അത് മനുഷ്യവംശത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഒരു ദുരന്തമായി തന്നെ മാറുമെന്ന് ഉറപ്പാണ്. റഷ്യൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് യുക്രൈനിലെ ചെർണോബിൽ ആണവ റിയാക്ടറിനെ മൂടുന്ന സുരക്ഷാ കവചത്തിന് തകരാർ സംഭവിച്ചു എന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ആണവ വികിരണങ്ങൾ നിയന്ത്രിക്കാനുള്ള ശേഷി കവചത്തിന് നഷ്ടപ്പെട്ടു എന്നും തകരാർ ഉടൻ പരിഹരിക്കണമെന്നും ആണവോർജ ഏജൻസി പറയുന്നു. 1986 ചെർണോബിൽ ദുരന്തത്തിനു ശേഷം ആണവ വികിരണം തടയാൻ കവചത്തിന് ഫെബ്രുവരിയിൽ നടന്ന റഷ്യൻ ഡ്രോൺ ആക്രമണത്തിലാണ് തകരാർ സംഭവിച്ചത്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തമാണ് 1986 ഏപ്രിൽ 26 ചെർണോബിൽ നടന്നത്. ഹിരോഷിമയിൽ വർഷിച്ച ആറ്റം ബോംബ് വിതച്ചതിനേക്കാൾ 400 മടങ്ങ് അധിക റേഡിയേഷനാണ് ചെർണോബിൽ ദുരന്തമുണ്ടാക്കിയത്. നിലയം നിലനിന്നിരുന്ന പ്രദേശം അടുത്ത 20,000 വർഷത്തേക്ക് മനുഷ്യവാസ യോഗ്യമല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വൻ ദുരന്തത്തിന് തൊട്ടു പിന്നാലെ ചെർണോബിൽ നിലയത്തിൽ മറ്റൊരു ഉഗ്ര സ്ഫോടനം കൂടി നടക്കേണ്ടതായിരുന്നു. അത് സംഭവിച്ചിരുന്നുവെങ്കിൽ യൂറോപ്പ് മുഴുവൻ പതിറ്റാണ്ടുകളോളം മനുഷ്യവാസ യോഗ്യമല്ലാതായി മാറിയേനെ. സങ്കല്പിക്കാൻ പോലുമാകാത്ത നാശനഷ്ടം വിതയ്ക്കുമായിരുന്ന രണ്ടാമത്തെ സ്ഫോടനം ഒഴിവാക്കിയത് ചെർണോബിൽ നിലയത്തിലെ ജീവനക്കാരായ 3 പേർ ജീവൻ പണയപ്പെടുത്തി നടത്തിയ ദൗത്യമാണ്. അതേസമയം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ അമേരിക്കയും യുക്രൈനും തമ്മിൽ നടത്തിയ ചർച്ച അവസാനിച്ചു. ഫ്ലോറിഡയിലെ മയാമിയിലാണ് ത്രിദിന ചർച്ച നടന്നത്. യുക്രൈന്റെ സുരക്ഷാ ഗ്യാരണ്ടിയുടെ കാര്യത്തിലും ഡോൺബാസിലെ ഭൂമി റഷ്യക്ക് കൈമാറുന്ന കാര്യത്തിലും തീരുമാനമായില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ദേശീയ സുരക്ഷാ തന്ത്രം റഷ്യയുടെ വീക്ഷണങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണ് എന്ന് റഷ്യ അവകാശപ്പെട്ടു. യുദ്ധത്തിന്റെ തീയിൽ കത്തുന്നത് മനുഷ്യരാശിയുടെ തന്നെ ശ്വാസമാണ്. ചെർണോബിൽ സുരക്ഷാ കവചത്തിലെ ഈ തകരാർ ഒരു മുന്നറിയിപ്പാണ്. ലോകം ഈ യുദ്ധ പൈതൃകം തുടരുകയാണെങ്കിൽ ചരിത്രം തന്നെ നമ്മെ ശിക്ഷിക്കുമെന്ന മുന്നറിയിപ്പ്. ആണവാപകടങ്ങൾക്ക് അതിരുകൾ അറിയില്ല. അവയ്ക്ക് ശത്രുവുമില്ല, സുഹൃത്തുമില്ല. യുദ്ധം രാഷ്ട്രീയ നേതാക്കളുടെ ടേബിളുകളിൽ മാത്രം നടക്കുന്ന ഒന്നല്ല. അത് മനുഷ്യരാശിയുടെ പ്രതീക്ഷകൾക്ക് കൂടിയാണ് തീ കൊളുത്തുന്നത്. ചെർണോബ് എന്ന വേദനയെ നമ്മൾ ഇന്നും മറന്നിട്ടില്ല എങ്കിൽ ഈ സംഭവത്തിൽ നിന്ന് ലോകം ഉണരേണ്ടതുണ്ട് അടിയന്തരമായി.